എനിക്ക് സുല്ലേട്ടാ നമ്മുടെ മോന് കളിപ്പാട്ടം വാങ്ങാൻ പോണ്ടേ. സുല്ലേട്ടാ അവൻ ഉടുപ്പ് വാങ്ങിക്കാൻ കാത്തിരിക്കോ സുല്ലേട്ടാ. എനിക്ക് സുല്ലേട്ടാ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തു ചെയ്യും? സുരേഷേട്ടാ, എന്റെ സുല്ലേട്ടാ രാവിലെ വിളിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെയാണല്ലോ എനിക്ക് തിരിച്ചു തന്നത്. സുല്ലേട്ടാ, എനിക്ക് സുല്ലേട്ടാ. സുല്ലേട്ടാ. സമയം ഒരുപാടായി. സുല്ലേട്ടൻ വരുമ്പോഴത്തേന് ജോലി തീർന്നില്ലെങ്കിൽ ഇവിടെ വന്ന് കിടന്ന് ചാടും. അതെങ്ങനാ? ഈ വീട്ടിലൊരു മിക്സി ഉണ്ടോ, ഒരു ഫ്രിഡ്ജ് ഉണ്ടോ, വീട്ടിൽ വേണ്ടുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഒരു തലവിധി. എന്തിനാ ഇറക്കാ? അയച്ചോടാ, അമ്മ വെറുതെ പറഞ്ഞ കേട്ടോ. അച്ഛൻ ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് നമുക്ക് ടൗണിൽ പോകണ്ടേ, ഉപ്പ് വാങ്ങിക്കണ്ടേ? അച്ഛൻ എല്ലാം വാങ്ങിച്ചു തരും കേട്ടോ. ഉമ്മ മോൻ ഇവിടെ ഇരിക്കേ, അമ്മ ജോലി ചെയ്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. അണ്ണാ, ഇന്ന് കുറച്ച് നേരത്തെ പണി നിർത്തണേ. നാളെ ഓണമല്ലേ. ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയില്ല. എടാ, ഞാനും ഒന്നും വാങ്ങിയിട്ടില്ല. ജോലി കഴിഞ്ഞ് അവൾ വരുമ്പോൾ പച്ചക്കറി മേടിച്ചോണ്ട് വരും. ഞാൻ ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ മേടിക്കാൻ. മോനാണെങ്കിൽ ഞാൻ ചെന്ന് നോക്കിയിരിക്കും, ചെന്നിട്ട് വേണം ഡ്രസ്സും സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ. പിള്ളേർ അങ്ങനെയാ. എടാ, ഓണം വരുമ്പോഴല്ലേ പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നതും ബന്ധുവീടുകളിൽ പോകുന്നതും. അവൻ നോക്കിയിരിക്കുമായിരിക്കും. ഇപ്പൊ എന്തോന്ന് ഓണം? എൻ്റെ ഒക്കെ കുട്ടിക്കാലത്തല്ലായിരുന്നു ഓണം. ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ആയിരുന്നെങ്കിലും ഓണം ഒന്നായിരുന്നു. ഇപ്പൊ എല്ലാ വീട്ടിലും എന്നും ഓണമല്ലേ. ആ, അതെ അതെ. എന്നാലും ഇപ്പോഴും ഉണ്ട് അച്ചായ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന വീടുകള്. നാളെയല്ലേ അമ്മാമ്മയുടെ ഓർമ്മദിനം? ആ, നാളെ 8 വർഷം തികയ ഒരു തിരുവോണ നാള്. എത്ര പെട്ടെന്നാ വർഷങ്ങൾ പോകുന്നത്. അമ്മാമ്മ ഇന്നലെ കണ്ട പോലെ തോന്നുന്നു. ആ, കറിയടപ്പത്തിരിക്കുന്നു. ഞാൻ വർത്താനം പറഞ്ഞ് നിന്നങ്ങ് മറന്നുപോയി. ആ, പണിയടക്കട്ടെ. അച്ചായ, ഞങ്ങൾ ഇന്ന് നേരത്തെ പോവേ. നാളെ തിരുവോണമാണേ. പണി കഴിഞ്ഞ് പോകുമ്പോഴേ കൊല വെട്ടി വെച്ചിട്ടുണ്ട്, എടുക്കാൻ മറക്കല്ലേ. അയ്യോ, കറി. അച്ചായന്റെ കാര്യം കഷ്ടം തന്നെ. എടേ, നീ പെട്ടെന്ന് പണി തീർക്കടേ, നമുക്ക് പോവണ്ടേ? വരുന്നുണ്ട് നാറികള്. എന്താടത്തെ താമസിച്ചത്? സാധനം കിട്ടണ്ടേ? നിനക്ക് നേരത്തെ വാങ്ങി വെച്ചിടായിരുന്നോ? കാശ് നിന്റെ മറ്റോ തരൂടി. ലിജോയ്ക്ക് ജിപേ ചെയ്തയാണല്ലോ. മതി നീ സാധനം എടുക്ക്. ഇവിടെ ഇന്നോ? വാ, നമുക്ക് താഴെ ശ്രദ്ധിച്ചൊക്കെ പോണേ, പാമ്പൊക്കെ ഉള്ള സ്ഥലവാ. പോണേ. ഡേ, നീ നോക്കിക്കോണേ, വീണാൽ എടുക്കാനൊന്നും ആളില്ല കേട്ടോ. ഞാൻ എടുക്കൂലേ അവളെ, ഞാൻ എടുക്കും.
കാല നോക്കി തുറക്കടാ. എനിക്കൊരു കുഴപ്പമില്ലടാ, നമ്മളത് എത്ര കണ്ടേക്കുന്നു. നീ നോക്കി വാ. ആ, വാ വാ ഇരി ഇരി ഇരി. അമ്മേ. അടേ അടേ അടേ. ആ. ആഹാ. ഉം. കേറി വാടിയാ, കേറി വാ. നീ കേറി. നീ ഇങ്ങോട്ട് താടി. എടാ, മതിയെടാ. തീർന്നല്ലേ? വിഷ്ണുടാ. ആ, കേറി വാളിയാ, കേറി വാ. അടി, അടി. പഴയ പോലെ ഒരു പവറില്ല ഈ സാമാനത്തിന്. രമേ, നിന്റെ കയ്യിലുള്ള സാധനം ഇട്. വേറെ ഉണ്ടോ? ആ. കൊണ്ട്രാ. ആഹാ. നീ ഇത് താങ്ങുവോ? അത് ഞാൻ കാണിച്ചു തരാം. ആ, അയ്യടാ. വാ. സെറ്റ് അടിയാ. എടാ, ഇതൊക്കെ കണ്ട് പഠിച്ചോണം ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കേട്ടോ. അളിയ ലിജോ, നീ ആടാ എന്റെ ഗുരു. നോക്കിക്കോടാ ഞെട് കാടറാ. അടിപൊളി. എന്റെ പൊന്നെ, ഇതങ്ങോട്ട് വലിക്കുമ്പോ പോ സ്വർഗം കാണാടാ. എട് 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 സാരോട് ചുട്രാ ചുട്രാ. ഓ, ആരെങ്കിലും കാണുമോ? നോക്കടാ, പെട്ടെന്ന് പെട്ടെന്ന്. പുല്ല്. എടാ. ആ. ആ. മുത്തേ, നീ താ മുത്തേ. നീ എറാ. മതി. സാധനം പൊളിച്ചടാ. സ്വർഗത്തിൽ പോണ. കേട്ടിട്ടൊരു പുല്ല്. അതും കഴിഞ്ഞോ? വാ, നേരം വൈകി. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാ. മതിയടേ, കൊറേ തിന്നില്ലയോ? നീ നോക്കടാ, ദിവസത്തെ കിടക്കുന്നുണ്ടോ? എണീക്കടാ, വാ പോവാം. ഏത് സ്ഥലം? നിന്റെ അപ്പന്റെ കുരുമാടം. എണീക്കടാ. പരനാറികളെ കൊണ്ടുവന്ന ഞാൻ നാറ് വന്ന എനിക്ക് പേടി. ആടാ എനിക്ക് വാ. അളിയൊരു സ്വർഗം കാണിച്ചു. അളിയ
പിടിക്കളിയാ തന്നെ. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങ് ശോകമായി പോയി. എടാ ഈ മഴയത്ത് ആര് പണി തരാനാ? എന്നാലും ഒരു ഫുള്ള് മേടിക്കാമായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം പൈസ മിച്ചമില്ല. ഓണം കഴിയട്ടെ, നമുക്ക് നോക്കാം. പിന്നെ ഓണം JCB വാങ്ങിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ അവൻ എന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനൊക്കെ എന്തോ വിലയണ്ണ. എടാ ഇത് വോട്ട് ചെയ്യുമ്പോ ആലോചിക്കണം. ആ. വണ്ടി എടുക്കടാ, വണ്ടി എടുക്ക. നിനക്ക് കണ്ണു കണ്ടുകൂടാ ആൾക്കാർ നടന്നു പോകുന്ന? കണ്ടില്ലേട്ടാ, നീ കള്ളു കുടിച്ചിട്ടുണ്ടോടാ? ഒന്നും പറ്റിയില്ലേട്ടാ. അതെ അതെ, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ താഴെ പോയത്? സാധനങ്ങളുടെ പൈസ തന്നിട്ട് പോയാൽ മതി. കൂടെ ഞങ്ങളുടെ കൈ മുറിഞ്ഞിട്ടില്ല, ആശുപത്രി കൊണ്ടുപോയാൽ മതി. നീ അങ്ങനെ പോകണ്ട, പൈസ തന്നിട്ട് പോയാൽ മതി. എന്നോടല്ലേടാ ഞാൻ പറഞ്ഞടാ. വിടടാ എന്നെ. പാട്ടി നിനക്ക് എന്നെ അറിയാടാ. അങ്ങനെ വിടടാ. കയ്യിന്ന് വിടടാ. എടാ വിടടാ. നിനക്ക് വിടാ. എന്താണ് കുഴപ്പമില്ല. പെട്ടി പന പാട്ടി. എടാ എടാ ആ, അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ അവനെ ഒന്നും ചെയ്യരുത്. എടാ സുനിലേ എണ്ണീക്കരടാ. അയ്യോ നീ ആരണ്ടാ അടിക്കാൻ? വണ്ടി ഇടടാ. എടാ സുനിലേ എണ്ണിക്കടാ. എടാ സുനിലേ എണ്ണിക്കടാ. എടാ സുനിലേ എണ്ണിക്കടാ. അയാൾക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പവും കാണത്തില്ല. നിനക്ക് ബോധം വല്ലതും ഉണ്ടോ? വിട്രാ, അതൊക്കെ വിട്രാ. Let us enjoy every time. Enjoy. നമുക്ക് എപ്പോഴും ജീവിതം ആസ്വദിക്കണം. മറ്റൊന്നിനെ പറ്റി ചിന്തിക്കരുത്. ഓക്കെ, കൂൾ മാൻ, കൂൾ. ഓക്കെ, let us enjoy. നീ കൂടി ഓക്കെ, രാവിലെ കാണാം. ഓക്കെ രമ്യ മോളെ, രാവിലെ അടി കേട്ടോ. ഓക്കെ ഡേ. നിക്കടാ അവിടെ. നീ എവിടെ ആയിരുന്നു? അതൊന്നും നിങ്ങൾ തിരക്കണ്ട. പിന്നെ ആരാടാ തിരക്കണ്ടെന്നേ? ശല്യം. ഇച്ചിരി സ്വസ്ഥതയും സമാധാനം എനിക്ക് തരുമോ? നിന്റെ അമ്മ മരിച്ചിട്ട് 8 വർഷമായി. വേറെ കല്യാണം പോലും കഴിക്കാൻ നിനക്ക് വേണ്ടി ജീവിച്ചവനാ ഞാൻ. ഇപ്പൊ ഞാൻ നിനക്ക് ശല്യമായി അല്ലേ? ഞാൻ പറഞ്ഞോടോ തന്നോട് കെട്ടണ്ടാന്ന്. എനിക്ക് വേണ്ടി ജീവിക്കാൻ, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ. ഇങ്ങനെ കണക്ക് പറയാൻ വേണ്ടി എന്തിനാണോ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത്? എടാ പൊന്നമോനെ, ഇങ്ങനൊന്നും പപ്പായോട് പറയല്ലേടാ. ഹലോ ലിജോ, ലിജോ. എന്താ നീ കാണിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? എടാ, എന്തിനാണോ നിനക്കിത്? അയ്യോ എന്റെ കർത്താവേ, മോനെ നീ എന്തുവായി കാണിക്കുന്നേ? ഒന്നും ചെയ്യല്ലേടാ മോനെ. എടാ പപ്പയാണോ പറയുന്നത്? വേണ്ട മോനെ. മക്കളെ
എന്റെ ദൈവമേ, ഇതൊക്കെ കാണാൻ വേണ്ടി എന്തിനാ എന്നെ ഇട്ടേക്കുന്നത്? മോനെ ലിജോ, നീ എന്തിനാടാ ഇങ്ങനെ ആയി തീർന്നേ? എന്റെ ദൈവമേ, ഞാനിനി എന്തോ ചെയ്യും? മോനേടാ, മോനെ വേണ്ട. എന്നെ കൊല്ലതേ. മാനവരാശിയെ എന്നും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് ജാതിയോ മതമോ സംസ്കാരമോ അല്ല, ലഹരിയാണ് ലഹരി. കഞ്ചാവിനും മയക്കുമരുന്നിനും വേണ്ടി സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയുവാൻ പോലും കഴിയാതെ കൊന്നൊടുക്കുന്ന ഈ സമൂഹത്തിൽ പാവപ്പെട്ടവൻ്റെ കണ്ണീരിനും വിയർപ്പിനും എന്തു വില? പുതിയ തലമുറയുടെ ഈ പോക്ക് എങ്ങോട്ട്? കാലമേ, നീ തന്നെ സാക്ഷി.